നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാവങ്ങൾക്ക് കോർപ്പറേഷൻ ബജറ്റിൽ നിന്നും പണം വകയിരുത്തി വീടെടുക്കാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഭിമാന പദ്ധതി പ്രധാനമന്ത്രി ഭവന യോജന ചുവപ്പുനാടയിൽ കുരുങ്ങി. പദ്ധതിയുടെ നടത്തിപ്പിന് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നിഷേധിച്ചു. ലൈഫ് പദ്ധതി വഴി ഭൂമി ലഭിച്ചവർക്ക് തനത് ഫണ്ട് ഉപയോഗിച്ചും സ്പോൺസർഷിപ്പ് വഴിയും വീട് നിർമ്മിച്ചു നൽകാനാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ സംസ്ഥാനത്തെ ഭവന പദ്ധതികളെല്ലാം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത് എന്നാണ് വിവരം. നിയമ നടപടിയിലേക്ക് നീങ്ങാൻ കോർപ്പറേഷൻ തീരുമാനം ലൈഫ് പദ്ധതി വഴി 2023 ഭൂമി ലഭിച്ചെങ്കിലും വീട് നിർമ്മിക്കാൻ കഴിയാത്ത 1573 ഗുണഭോക്താക്കൾക്ക് ഉണ്ടെന്നാണ് കണക്ക്. പദ്ധതിക്കായി 20 കോടി രൂപ ബജറ്റിൽ കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമായി 1 ലക്ഷം രൂപ വീതം സഹായം അനുവദിക്കാൻ നടപടികൾ നീക്കുന്നതിനിടയിലാണ് എതിർപ്പ്. ഇതോടെ പദ്ധതികൾ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിക്ക് കോർപ്പറേഷന് അപ്പീൽ നൽകാമെങ്കിലും അനുമതി ലഭിക്കാൻ വൈകും. ഈ സാഹചര്യത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കോർപ്പറേഷൻ. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തി 3 മാസമായെങ്കിലും ജില്ലാ ആസൂത്രണ സമിതി പുനർസംഘടിപ്പിച്ചിട്ടില്ല. നിലവിലെ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് പദ്ധതിക്ക് അംഗീകാരം നിഷേധിച്ചിരിക്കുന്നത്. പദ്ധതിക്ക് സർക്കാരിനോട് അനുമതി തേടുമെന്നും ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് കോർപ്പറേഷന്റെ തീരുമാനം. അതേസമയം പൊങ്കാലയ്ക്ക് ശേഷം ബാക്കി വരുന്ന കല്ലുകൾ പാവപ്പെട്ട ആളുകൾക്ക് ഭവന നിർമ്മാണത്തിനായി വിതരണം ചെയ്യുന്ന CPM മുൻ ഭരണസമിതിയുടെ മാതൃക പിന്തുടർന്ന് മേയർ VV രാജേഷ് വിശദീകരണവുമായി രംഗത്തെത്തി. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിക്ക് തടസ്സം നിൽക്കേണ്ട എന്ന് കരുതിയാണ് പദ്ധതി പിന്തുടർന്നത് എന്നും മേയർ വ്യക്തമാക്കി. ഇന്നലെ രാവിലെ മുതൽ ചുടുകല്ല് വിതരണം ആരംഭിച്ചതായി മേയർ തന്നെ അറിയിച്ചു. വിവിധ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരും കല്ലുകൾ ലഭിക്കാതെ വീട് നിർമ്മാണം തടസ്സപ്പെട്ടവർക്കും കോർപ്പറേഷനെ സമീപിച്ചാൽ വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ച മുൻഗണനാ അടിസ്ഥാനത്തിൽ കല്ല് ലഭിക്കും.